ഇടക്കൊച്ചി ആൽഫ പാസ സെന്ററിൽ നടന്നുവരുന്ന KRLCC ത്രിദിന ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയ ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും ആൽമായരുമാണ് കണ്ണമാലി ചെറിയകടവ് പ്രദേശം സന്ദർശിച്ചത്. തീരദേശവാസികളുടെ ദുരിതങ്ങൾക്ക് അടിയന്തര പരിഹാരമുണ്ടാകണമെന്ന് സന്ദർശനത്തിന് നേതൃത്വം നൽകിയ KRLCC പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് ചെല്ലാനം മാതൃകയിൽ ടെട്രാപോഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിക്കണം. നിലവിൽ ദുരിതം അനുഭവിക്കുന്നവരെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകണമെന്നും അഭിവന്ദ്യ പിതാവ് ആവശ്യപ്പെട്ടു. ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എല്ലായിടത്തും ചെല്ലാനം മോഡൽ കടൽഭിത്തി ഉണ്ടാക്കുക എന്നുള്ളത്. ഈ ചെല്ലാനം മോഡൽ ശാസ്ത്രീയമായിട്ട് നല്ലതാണ് തെളിയിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കണ്ണമാലി, ചെറിയകടവ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതുപോലത്തെ കടൽഭിത്തികൾ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങൾക്കും അതുപോലെ മറ്റു ജനങ്ങൾക്കും എല്ലാം ഉപകാരപ്രദമായിരിക്കും. നമ്മളിപ്പോൾ ഒരു കൂട്ടരുടെ കാര്യം മാത്രമല്ല നോക്കുന്നത്, എല്ലാവരെയും കാര്യം പറയുകയാണ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ നിലകൊള്ളുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ വാദിക്കുന്നു. ഈ ചെല്ലാനം മോഡൽ എല്ലായിടത്തും തീരദേശങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാകട്ടെ. ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി, ചെറിയകടവ്, കാട്ടിപ്പറമ്പ്, മനാശ്ശേരി പ്രദേശങ്ങളിൽ കടലേറ്റം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെയർ ചെല്ലാനം സമിതി കളക്ടർക്ക് നിവേദനവും സമർപ്പിച്ചു. ചെറിയകടവ് മുതൽ ബീച്ച് റോഡ് വരെയുള്ള രണ്ടാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് ഭരണാനുമതി ലഭ്യമാക്കുകയും 2024 മെയ് മാസത്തിനു മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കുകയും വേണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേതിച്ചേരിൽ, ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ്, ബിഷപ്പ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, ഹൈബി ഈഡൻ MP, ജില്ലാ കളക്ടർ, കൊച്ചി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ഷൈജു പരിയാത്തുശ്ശേരി, ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോയ് പുത്തൻവീട്ടിൽ, സുൽത്താൻപേട്ട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ സുന്ദർരാജ് ആലിസ്, കൊച്ചി രൂപത ചാൻസലറും PROയുമായ റവറന്റ് ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട്ട് തുടങ്ങി നിരവധി പേർ സന്ദർശന സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചെറിയകടവ്, കമ്പനിപ്പടി, കണ്ണമാലി ക്യാമ്പ്, പുത്തൻതോട് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്.